കാനഡയിൽ ഇന്ത്യക്കാരെ ഞെട്ടിച്ച് മറ്റൊരു മരണം കൂടെ. ഇപ്രാവശ്യം നമ്മുടെ ഒരു മലയാളി സഹോദരിയാണ് മരണപ്പെട്ടത്. 35 വയസ്സ് മാത്രമുള്ള അമിത സെബാസ്റ്റ്യൻ. നാട്ടിലെ കൊച്ചിക്കാരിയാണ്. ഭർത്താവും ഒരു കൊച്ചു കുഞ്ഞും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു. ഈ ഒരു വാർത്ത കാനഡയിലുള്ള മുഴുവൻ മലയാളികളെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു വാർത്ത കണ്ടു കാണും, കേട്ട് കാണും. എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഇവിടെ കാനഡയിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ അറിയാതാണെങ്കിലും പറഞ്ഞു പോകും, ദൈവമേ, ആർക്കും ഒരു തീരാരോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ ഈ രാജ്യത്ത് ഇടവരരുതെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ് ഇവിടെ കാനഡയിലുടനീളം മിക്ക ഹോസ്പിറ്റലുകളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നഷ്ടപ്പെടുന്നവർക്കേ അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ, അല്ലേ? ഈ ഒരു സംഭവം ഒരു നിസ്സാര കാര്യമാണെന്ന് വേണേൽ നമുക്ക് പറയാം. ആ സഹോദരിയുടെ ഷോൾഡർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു സർജറി നടത്താൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അവര് അഡ്മിറ്റ് ആകുന്നത്. അങ്ങനെ സർജറി കഴിഞ്ഞു ഏതാണ്ട് 6 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അവരുടെ ബോധം പോലും തെളിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ അവർക്ക് കൊടുത്ത അനസ്തീഷ്യയുടെ പോലും കെട്ടുവിട്ടിട്ടില്ല. അതുപോലും കഴിയുന്നതിന് മുമ്പ് തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു ആ ഒരു ഹോസ്പിറ്റലുകാര്. ഓൾറെഡി ഈ നിത എന്ന് പറഞ്ഞ സഹോദരിക്ക് സീഷർ ഉൾപ്പെടെയുള്ള ചില രോഗങ്ങൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു നൈറ്റ് പോലും ഒബ്സർവേഷനിൽ ഇടാതെ അവരെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഹാഫ് കോൺഷ്യസിൽ അവരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് കൊടുത്ത് വിടുകയായിരുന്നു ചെയ്തത്. എന്തായാലും അന്ന് രാത്രിയിൽ തൻ്റെ ഭർത്താവും തൻ്റെ കുഞ്ഞുങ്ങളും അവരെല്ലാം കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് തൻ്റെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് തട്ടി ഉണർത്താൻ നോക്കിയപ്പോൾ താൻ ഉണർന്നില്ല. താൻ മരണപ്പെടുന്ന ആ ഒരു വേദനിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ആ ഒരു കുടുംബം കണ്ടത്. എന്തായാലും ഭർത്താവ് ആ കുഞ്ഞിനും ഒരു വലിയ നഷ്ടം തന്നെയാണ്. ശരിക്കും ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ ഒരു നെഗ്ലിജൻസ് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ വെളി വരുന്നത്. അവര് ഗവൺമെന്റിനും ഹോസ്പിറ്റൽ അതോറിറ്റീസിനും എതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനും അപ്പം തന്നെ എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു മരണം സംഭവിച്ചതെന്ന് അവർക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ ഒരു പ്രൊസീജിയറിലേക്കാണ് അവരിപ്പോൾ കടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ, സിസേറിയൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞാൽ അങ്ങനെ അന്ന് തന്നെ മണിക്കൂറുകൾ കൊണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ ഒന്നും ഹോസ്പിറ്റലുകൾ, അല്ലെ, ഈവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. എന്നാൽ ഇതാണ് കാനഡ. ഇതാണ് കാനഡയുടെ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു സർജറി കഴിഞ്ഞു ഒരു നെർവ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സീസർ ഉൾപ്പെടെയുള്ള ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയുള്ള ആ സഹോദരിയെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്ത് അവരെ വീട്ടിൽ അയക്കണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിലും വലിയ സർജറിക്കായി, ഇതിലും വലിയ ഓപ്പറേഷനുകൾക്കൊക്കെ ആയിട്ട് പല ആൾക്കാരും അവിടെ ക്യൂ നിൽക്കുകയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് വേണം അടുത്ത ആൾക്ക് അഡ്മിഷൻ കൊടുത്ത് അവരെയും സർജറി ചെയ്ത് ഇതുപോലെ തന്നെ എത്രയും വേഗം വീട്ടിൽ പറഞ്ഞു വിട്ട് അടുത്ത ആളെ വിളിക്കാനായിട്ട്. ഇങ്ങനെ ഒരു വലിയ നീണ്ട ക്യൂ ആണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഈ കാനഡയിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള, ഹാർട്ട് സർജറി ഉൾപ്പെടെയുള്ള വലിയ വലിയ മേജർ സർജറി ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും കാത്തിരിപ്പെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വാർത്തകൾ കാണുമ്പോൾ നമ്മൾ മലയാളികൾ ഉൾപ്പെടുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന, ദൈവമേ, ആർക്കും ഈ രാജ്യത്ത് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകല്ലേ എന്ന് മാത്രമാണ്. ആരോട് പറയാൻ, അന്യ രാജ്യത്ത് വന്നല്ലേ, നമുക്ക് ആരോട് ചോദിക്കാനും അതിന്റെ പുറകെ പോകാനും ഒന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെയൊക്കെ നാടുകളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായാൽ ഒന്നുമില്ലെങ്കിലും നമ്മളുടെ മീഡിയ സഹോദരന്മാരൊക്കെ മിനിറ്റുകൾ കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത് സംഗതിയൊക്കെ വൈറലാക്കി എങ്ങനെയാണെങ്കിലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നിമിഷ നേരം കൊണ്ട് ആക്ഷൻ ഉണ്ടാവും. എന്നാൽ ഇവിടുത്തെയൊക്കെ മീഡിയ എല്ലാം കണക്കാണ്. റിപ്പോർട്ട് ചെയ്തു, ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അറിയാറേ ഇല്ല. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ആളുകളൊക്കെ ഇടുന്ന പോസ്റ്റുകൾ കണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അറിയുന്നത് തന്നെ. ഇത് പാശ്ചാത്യ നാടുകളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ
നടക്കുന്ന ഒരു സ്ഥിരം സംഭവമായിക്കൊണ്ട് മാറുകയാണ്. എന്തായാലും ലോകമെമ്പാടുമുള്ള നമ്മുടെ ഇന്ത്യക്കാർ നമ്മളറിയാത്ത എന്തെല്ലാം അവസ്ഥയിൽ കൂടെ, എന്തെല്ലാം വേദനയിൽ കൂടെ, എന്തെല്ലാം സങ്കടത്തിൽ കൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയെ കാണാം. I am Sanood Rexy Joy. Bye.